ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാനേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എൻ്റെ സ്വരമൊക്കെ കേട്ട് കാണത്തില്ലായിരിക്കും. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അലീന ആയിരുന്നല്ലോ ഇത്രയും ദിവസവും എല്ലാവരെയും നോക്കി പരിപാലിച്ച് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇനി അലീനയെ നോക്കാനായിട്ടൊരു ചെറിയൊരു അവസരം നമ്മുടെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും രോഹിത്തിനും ബാലചന്ദ്രനൊക്കെ കിട്ടുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ വൈജിക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ബബിതയോടും അതുപോലെ കൃഷ്ണമോളോടും ഒക്കെ മാപ്പും പറഞ്ഞ് നമ്മുടെ രോഹിത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ബാലചന്ദ്രൻ ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളോടും ബബിതയോടും സോറിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളും ബബിതമോളും കൂടി രണ്ടുപേരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണേ നമ്മുടെ രോഹിത്തിനെ. അപ്പം രോഹിത്തിനെ താഴേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഇത് കാണുന്നുണ്ട്. അലീന പറഞ്ഞിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. രോഹിത്ത് അലീന പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അലീന അവിടെ നിൽപ്പുണ്ട്. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോകുന്നുണ്ട്. അങ്ങനെ താഴേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം ചോറ് കഴിക്കാം, ചോറ് എടുത്തു തരാം എന്നും പറഞ്ഞ് പെങ്ങന്മാര് ആങ്ങളേനെ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പം ബാലചന്ദ്രൻ ഇത് കണ്ടോണ്ട് കണ്ണ് നിറഞ്ഞ് അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിക്കുകയാണ്, എന്താ അച്ഛന് ഇമോഷണൽ ആയിപ്പോയല്ലേ? നീ ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇമോഷണൽ ആവാതിരിക്കും മോളെ? അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇതൊന്നും നിനക്ക് വേണ്ടിയല്ലല്ലോ എന്ന് പറയുമ്പം ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, പക്ഷേ ഇതെല്ലാം എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ എല്ലാമായി നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊന്ന് തന്നെ അച്ഛൻ എൻ്റെ വെറും അച്ഛനല്ല, എൻ്റെ പൊന്നാര അച്ഛനാ, എൻ്റെ സ്വന്തം അച്ഛനാ, എൻ്റെ സഹോദരങ്ങളാ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാണ്ട് ഇമോഷണലായി പോവാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. ഏതായാലും ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് ഒരുപാട് താങ്ക്സ് പറയാനായിട്ട്, അതായത് മോളെ നീ എന്ത് തന്നാലാണ് എനിക്ക് നിന്നോടുള്ള കടപ്പാട് തീരുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പം എനിക്ക് ആരുടെയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടപ്പിറപ്പും എൻ്റെ അച്ഛനും ഒക്കെ വേണ്ടിയല്ലേ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊന്നും ഓർത്തിട്ട് വെറുതെ എന്തിനാച്ചാ വേണ്ട, അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബാലചന്ദ്രൻ്റെ ആ ഇമോഷണൽ സീനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജാമേടത്തിനെയാണ്. നമ്മുടെ വൈജാമേടം ആണെങ്കിൽ വല്ലാണ്ടങ്ങ് വൈജാമേടത്തിന് ഇങ്ങനെ എന്താ പറയുക, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാഷ് ബേസിനിൽ ഇങ്ങനെ കൈയൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഞൊണ്ടിയൊക്കെയാണ് നടന്നു വരുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും റൂമിലെത്തുമ്പോഴത്തേക്കും ദാണ്ട നമ്മുടെ രോഹിത്ത് കയറി വന്ന ഉടനെ തന്നെ എന്താടാ എന്നിങ്ങനെ ചോദിച്ചു. സാധാരണ ഒരു അമ്മ ചോദിക്കുന്നത് എന്താ മോനെ, ഒരു എന്താ പറയുക, ഒരു കൊച്ചിന് വയ്യാണ്ട് കിടക്കുമ്പോൾ എങ്ങനെയാ ചോദിക്കേണ്ടത് എന്താ മോനെ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത്. അതൊന്നുമല്ല. എന്താ 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 പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് അല്ല നിനക്കും എന്ത് പറ്റി, അല്ല ഞാന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രോഹിത്തിനൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ വീണ്ടും ചോദിച്ചു, എന്താടാ നീ മുക്കി മൂളി ഞെരങ്ങിയൊക്കെ നിൽക്കുന്നത്, എന്ത് പറ്റി നിനക്ക്, എന്ത് പറ്റി, നിന്റെ മുടിയൊക്കെ എന്തിയേ, മുടിയൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചപ്പോ അത് പിന്നെ അലീന ചേച്ചി എൻ്റെ മുടി വെട്ടി തന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചിയോ, ഏത് അലീന ചേച്ചി? അത് അലീന ചേച്ചി. എന്നു മുതലാടാ അവൾ നിനക്ക് ചേച്ചിയായത്? ഇത്രയും ദിവസം നീ അലീന ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മാത്രമല്ല ഇവിടെ ബബിതയും കൃഷ്ണമോളും എല്ലാവരും കൂടെ ഇവിടെ എന്തായിരുന്നു, ഇപ്പം എല്ലാവരും അലീന ഫാൻസ് ആണല്ലോ.
ഇപ്പം നീയും അലീന ഫാൻസ് ആയി കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണ്ടേ അമ്മേ, അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. അലീന ചേച്ചി ഇപ്പം എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അലീന ചേച്ചി ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു അമ്മേനെ പോലെ തന്നെയാന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വൈജയ്ക്ക് അങ്ങ് ബാധ ഇളകി കേട്ടോ. വൈജ അങ്ങോട്ട് അലീന ചേച്ചി എന്താടാ നീ പറയുന്നത്? നിനക്കും കൈവശം തന്നല്ലേ അവള്? കൈവശം തന്ന് നിന്നെയും അവള് മയക്കി വെച്ചേക്കാണല്ലേ? അവൾ ഓടി നടന്ന് എല്ലാവർക്കും കൈവശം കൊടുത്ത് കൊടുത്ത് എല്ലാവരെയും അവള് കീശയിലാക്കി വെച്ചേക്കാണല്ലോ. എന്നിട്ട് അതൊക്കെ അതിലൊക്കെ നീയൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ അതിലൊക്കെ വീണു പോകാനായിട്ട്. നിന്റെ തന്തേനെയും തള്ളേനെയും പിരിച്ച് ഇപ്പം ഈ വീട്ടിലെ എല്ലാ അധികാരവും എടുക്കാൻ നോക്കുന്ന അവളെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കാൻ നിനക്ക് നാണമില്ലേടാ? നീ ഒരാണാണോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മേ ഞാൻ അതിനൊന്നും അല്ല അമ്മേ വന്നത്, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. എനിക്ക് അമ്മയോട് മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ മാപ്പോ എന്തിന്? അല്ല മാപ്പ് എന്നോട് അലീന ചേച്ചി പറഞ്ഞു അമ്മയോട് മാപ്പ് ചോദിക്കണം, എല്ലാവരോടും മാപ്പ് ചോദിക്കണം എന്ന്. എന്തിനാടാ നീ മാപ്പ് ചോദിക്കുന്നത്? അലീന പറഞ്ഞിട്ട് നീ എന്തിനു മാപ്പ് ചോദിക്കുന്നു? എന്തിനു മാപ്പ് ചോദിക്കണം? അത് പിന്നെ ഞാൻ ചെയ്ത കാര്യം അത് എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അത് കാരണം നിങ്ങളൊക്കെ ഒരുപാട് നാണം കിട്ടിയിട്ടുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ക്ഷമിക്കാനോ? എടാ നിനക്ക് നാണമില്ലേടാ അലീന പറഞ്ഞിട്ട് എന്നോട് മാപ്പ് ചോദിക്കാൻ? ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, അതിനൊരിക്കലും മാപ്പ് ചോദിക്കാൻ പാടില്ല. ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതുങ്ങളെ ആണുങ്ങളല്ല. അവള് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. അവൾ വലിയ ആളെ വിളിക്കുന്നതല്ലേ, അവള് വലിയ ആളാണെന്ന് നിന്നെ കാണിക്കുന്നതല്ലേ, ഇത് വാടാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, അലീനയോടുള്ള വിരോധം കാരണം നമ്മുടെ രോഹിത് നല്ല കാര്യം ചെയ്താലും അത് നല്ലതാണെന്ന് പറയാനുള്ള മടിയാണ് നമ്മുടെ വൈജയ്ക്ക്. രോഹിത് നല്ല കാര്യം ചെയ്തിട്ടും അതിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ അലീനയോടുള്ള വെറുപ്പ് കാരണം ഇനിയിപ്പം എന്താ പറയാ, നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥ തന്നെയാണ് നമ്മുടെ വൈജയ്ക്കും വന്നിട്ട് അവിടെ നിന്ന് രോഹിതിനെ അടിച്ചോടിച്ചു വിടുകയാണ്. നീ പൊക്കോ, നീ കൂടുതൽ ഇനി സംസാരിക്കാനൊന്നും ഇരിക്കണ്ട, അവളെ അകറ്റി നിർത്തുക ചെയ്യേണ്ടത്, അവളെ കൊല്ലണം, അവളെ കൊല്ലുക ചെയ്യേണ്ടത്, ഞാൻ അവളെ കൊല്ലും, അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വയ്യല്ലോ അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. എന്താ പറയാ, ഒരു മനുഷ്യന് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണക്കാരി ആരാ? ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ആരാന്ന് നിനക്കറിയാലോ. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അവളാ, അവള് തന്നെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാരി. അവൾ ഈ വീട്ടിൽ നിന്ന് എന്ന് ഇറങ്ങി പോകുന്നോ അന്ന് ഈ വീട്ടിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തുള്ളൂ. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലടാ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി നമ്മുടെ രോഹിത്തും വെളിയിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന ഇങ്ങനെ കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പം പാലിങ്ങനെ തിളച്ചു പൊങ്ങി പോകുന്നു. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര ക്ഷീണമൊക്കെ കേട്ടോ. അപ്പം കൃഷ്ണമോൾ ഓടി വരികയാണ്. കൃഷ്ണമോൾ ഓടി വന്നിട്ട് എന്താ പറ്റി ചേച്ചി, ഇതേ പാല് പൊങ്ങി പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ഞാനത് ഓർത്തില്ല, എനിക്ക് വല്ലാത്ത തലവേദനയോ മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തലവേദനയോ അന്നോ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മുടെ ബബിതയും വരികയാണ്. അപ്പം ബബിത വന്നിട്ട് എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തലവേദനയാന്ന് പറയുമ്പോൾ പിന്നെ തലവേദനയോ, എന്ത് തലവേദന? ഈ അടുക്കള കയറി ഇരുന്നിട്ടല്ലേ? എനിക്ക് മനസ്സിലായി, എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ, അടവായിരിക്കുമല്ലേ എന്നൊക്കെ ചുമ്മാ പറയാണ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ബബിതയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ, അതായത് നമ്മുടെ അലീനി ഇഷ്ടമാണ് താനും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒരു മടി. അപ്പോഴത്തേക്കും പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പോയി ബാമു വല്ലതും എടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. അങ്ങനെ ബാമൊക്കെ എടുക്കാനായിട്ട് പോയി ബാമൊക്കെ എടുത്തുകൊണ്ട് വന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ബബിത തന്നെ ബാമൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ബാമൊക്കെ പുരട്ടി കൊടുത്തിട്ട് പണി ചെയ്യാനുള്ള മടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പണി ചെയ്യാനുള്ള മടി? പണി ചെയ്യാനൊന്നും എനിക്ക് മടിയില്ലെന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങ് മാറിക്കെന്ന് പറയാണ്. ഞാൻ ചെയ്തോളാം മോളെ, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ബബിത ഉണ്ടല്ലോ ഓടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ബബിതയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലേ, ദേ അലീന ചേച്ചിക്ക് ചുട്ടുപൊള്ളുന്ന പനിയാണ്, രോഹിത്തേട്ടൻ്റെ പകർന്ന് കിട്ടിയതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യണം,
ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഓ അതുണ്ടല്ലോ, അടുക്കളയിൽ കയറാനുള്ള മടി ആയിരിക്കുമോ മോളെ, അല്ലാതെ വേറൊന്നും അല്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനെന്നെ കളിയാക്കുകയാണല്ലേ, എനിക്ക് മനസ്സിലായി, അച്ഛനെന്നെ കളിയാക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത് പണി ചെയ്യാനുള്ള മടിയൊന്നും അല്ലെന്നേ, ഇത് രോഹിതേട്ടൻ്റെ പകർന്ന് കിട്ടിയേക്കുന്നതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യച്ച, അച്ഛൻ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്ത്. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കഷ്ടപ്പെടുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ നിൻ്റെ ചേച്ചീനെ നോക്കിക്കോ, അതിനിപ്പോൾ എന്നെ പ്രശ്നം ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ലല്ലോ. അല്ല ഞാൻ ചേച്ചീനെ നോക്കിക്കോളാം, എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആ ആ ആ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ എന്താ പറയുക ഒരു രീതിയിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട്, അലീന കിച്ചണിൽ തന്നെ വീണ്ടും കിടന്ന് ഭയങ്കര പണിയും വേലയും ഒക്കെയാണ്. കിച്ചണിലിരുന്ന് കഞ്ഞി വയ്ക്കുന്നു, കറി വയ്ക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ബബിത ചെന്നിട്ട് ഇതെന്താ ഈ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ വേണ്ട എന്ന്, ഇവിടെ പണി ചെയ്യാനേ ഞങ്ങൾ പണി ചെയ്തോളാം, അങ്ങ് മാറിക്കേ. ആഹാ, ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടത് ഈ അടുക്കള, ഞങ്ങളിവിടെ പണി ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, അങ്ങ് മാറി പോകുന്നുണ്ടോ മര്യാദയ്ക്ക്, ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ ബബിത ഇറക്കി വിടുകയാണ് അലീനയെ. അലീന ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി ഇതെല്ലാം നോക്കി കാണുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബബിത എന്ത് ചെയ്യുന്നു, ചുക്ക് കാപ്പിയോ എന്തൊക്കെയോ തന്നെ നമ്മുടെ അലീനയ്ക്ക് കുടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവരുടെ എല്ലാം പരിചരണത്തിലായിരിക്കും കഴിയേണ്ടത്. നമ്മുടെ അലീനയെ പരിചരിക്കാനായിട്ട്, അലീനയെ ശുശ്രൂഷിക്കാനായിട്ട് ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ മാറി മത്സരിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ബബിതയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത എന്തോരമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ വൈജയ്ക്ക് ഒരു സമാധാനമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രൻ വന്ന് അലീനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഇതെൻ്റെ പൊടിക്കൈയിലൊക്കെ മാറാവുന്നതേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊടിക്കൈ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങ് പൊക്കോളും, എനിക്ക് ബാമയ്ക്ക് ഇട്ട് തന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സഹോദരങ്ങളുടെ സ്നേഹം അനുഭവിക്കാനായിരിക്കും ചിലപ്പോൾ ഈ പരിദൈവം കൊണ്ട് തന്നത്. ഏതായാലും രോഹിതിനെ ഇത്രയും ദിവസം നോക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും മോളെ മൂക്കും പനി വന്നത്. സാരമില്ല പോട്ടെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട അച്ഛാ, വിളിക്കണ്ട, എന്തിനാ വെറുതെ വിളിക്കുന്നത്, വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവത്തൊന്നുമില്ല. പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന പൊടിക്കടിയൊക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിനും കൂടെ എടുക്കണം. അങ്ങോട്ട് സാരമില്ല മോളൊരു കാര്യം ചെയ്യുക, ഭവിതയാണെങ്കിൽ കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്കറിയാം, ഒന്നും അറിയത്തില്ല അച്ഛാ, അപ്പം എനിക്കെന്തോ അവരെ കിച്ചണിൽ കയറ്റുമ്പം അതൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, അവർക്കെല്ലാം അറിയും, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം പഠിക്കുന്നത്, നിൻ്റെ സഹോദരങ്ങളും പഠിക്കേണ്ടേ പണിയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഡോക്ടറിനെ വിളിക്കാനൊക്കെ അങ്ങ് പോകുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ കയറി വരികയാണ് കേട്ടോ അലീനയുടെ അടുത്തേക്ക്. അപ്പോൾ അലീനയ്ക്ക് ഇതിനിടയ്ക്ക് ബാബൊക്കെ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് കൃഷ്ണമോൾ കയറി വരുന്നത്. അപ്പം കൃഷ്ണമോൾ കയറി വന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കണം നമ്മുടെ അലീന നിലത്ത്. നമ്മുടെ കൃഷ്ണമോൾക്ക് സഹിക്കുമോ? കൃഷ്ണമോളെ അയ്യോ ഇതെന്തൊരു പരിപാടി അലീന ചേച്ചി കാണിക്കുന്നത്, ഇതെന്തിനാണ് നീ നിലത്ത് കിടക്കണത്, എൻ്റെ കയ്യിൽ നിന്നുണ്ടല്ലോ നല്ലത് കിട്ടും കേട്ടോ, എൻ്റെ വായിലിരിക്കുന്ന നല്ലത് കേൾക്കും കേട്ടോ, എണീക്ക്. അയ്യോ മോളെ സാരമില്ല, ഞാൻ ഈ നിലത്ത് കിടന്നോളാം, പോട്ടെ സാരമില്ല മോളെ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എണീറ്റ് മര്യാദയ്ക്ക്, മുത്തശ്ശിയുടെ കട്ടിൽ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഈ കട്ടിലേക്ക് കയറി കിടന്നെന്ന് ഓർത്തുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പനി പിടിച്ചവരല്ലേ നിലത്ത് കിടക്കുന്നത്, മര്യാദയ്ക്ക് എണീക്കാനാണ് പറഞ്ഞത്, എണീറ്റ് കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ടോ? ഈ കൊച്ചു പറഞ്ഞാലും അനുസരിക്കത്തില്ല, ഇതെന്താ പറഞ്ഞാലൊന്നും ഒരു വക അനുസരിക്കാത്തത്, പറഞ്ഞാൽ അനുസരിക്കത്തില്ലേ, മര്യാദയ്ക്ക് കയറി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി കിടത്താണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൃഷ്ണമോള് അലീനയെ കട്ടിലയിലൊക്കെ കിടത്തി അലീനയെ ശുശ്രൂഷിക്കാൻ കൃഷ്ണമോൾക്ക് ഭയങ്കര ശുഷ്കാന്തി. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അലീനയെ പരിചരിക്കുന്ന ദിവസങ്ങളാണ് കുറച്ച് ദിവസങ്ങൾ. നമ്മുടെ വൈജയ്ക്ക് ഇത് കാണുമ്പോൾ കണ്ണിക്കടി എന്ന് കേട്ടിട്ടില്ലേ, അതിൻ്റെ എക്സ്ട്രീം ലെവലൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സമാധാനവും ഇല്ലാതെ നമ്മുടെ വൈജ ഇങ്ങനെ മുക്കി ഞെരങ്ങിയൊക്കെ നടക്കാൻ പോവുകയാണ്. പിന്നെ ചിന്നിമോളുടെ ഒരു ഭാഗവും കഥയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ, ചിന്നിമോളെ ദത്തെടുക്കാൻ വന്നതും. അപ്പം ആ ഒരു കഥ വേറൊരു ഗതിയിലേക്ക് തന്നെ പോവുകയാണ്. അതായത് ചിന്നിമോൾ ആരാണ് എന്താണ് എന്നൊക്കെ ഇനി വ്യക്തമാകാൻ പോകുന്ന ദിവസങ്ങളൊക്കെ തന്നെയാണ്. അതിനോടൊപ്പം അലീനയെ എന്തുമാത്രം നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ പരിചരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മുടെ വൈജ കാണാൻ പോവുകയാണ്. കൈവിട്ടു പോയി ആശാനെ എന്ന് നമ്മുടെ വൈജയ്ക്ക് മനസ്സിലാകാൻ പോകുന്ന കുറേ ദിവസങ്ങളൊക്കെയാണ്, കുറച്ചധികം
എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നമ്മൾ ഡെയിലി വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിലൊക്കെ ആയിരുന്നു. നമുക്കൊരു ചെറിയൊരു മാരേജൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കസിൻ്റെ ഒരു മാരേജ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോയിരിക്കുന്ന ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ്ലി എന്നും നമ്മുടെ പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് തന്നെ വീണ്ടും തുടർന്ന് കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്താണ് കേട്ടോ. അപ്പം ഒരു ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലെത്തും. പെട്ടെന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കയറി കാണാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.